ഇതാണ് ഫൈബർ കേബിൾ സ്പ്ലൈസ് ചെയ്യണ സ്പ്ലൈസിങ് മെഷീൻ. ഇന്ന് സ്പ്ലൈസ് ചെയ്യണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് സ്ട്രിപ്പറാണ്. ഈ സ്ട്രിപ്പർ വെച്ചിട്ടാണ് ഫൈബർ സ്ലീവ് ചെയ്യുന്നത്. സ്ലീവ് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് 3 തരം ഹോൾസാണ് ഉള്ളത്. ഏറ്റവും മുകളിലത്തെ ഏറ്റവും വലിയ ഷീൽഡ് കളയാൻ, അതിൻ്റെ അടിയിലത്തെ, അതിൻ്റെ താഴത്തുള്ള ഷീൽഡ് കളയാൻ, അതിന് ഒരു ചെറിയൊരു ഷീൽഡും കൂടി ഉണ്ട്. ഇത് ക്ലീവറാണ്. ഇത് വെച്ചിട്ടാണ് ഫൈബർ കട്ട് ചെയ്യുന്നത്. ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ടഫാണ്. അതുകൊണ്ടാണ് ക്ലീവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നടുക്കൊരു വീലുണ്ട്. ആ വീല് വജ്രമാണ്. ആ വജ്രം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത് വീഴുന്ന പീസ് വീഴാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണത്. അത് കട്ട് ചെയ്യാനായിട്ട് ഇത് അമർത്തിയാൽ അത് കട്ടാകും. അത് തിരിച്ച് ലോഡാകുമ്പോൾ ആ വീല് തിരിച്ച് ബാക്കിലോട്ട് ലോഡാകും. തിരിച്ച് അമർത്തി കഴിഞ്ഞാൽ കട്ടാകും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫൈബർ കേബിൾ ആദ്യം സ്ട്രിപ്പർ എടുത്തിട്ട് അതിൻ്റെ ഷീൽഡ് കളയണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് വേറെ ഷീൽഡ് ഉണ്ട്. ആ ഷീൽഡ് കളഞ്ഞതിന് ശേഷം IP സൊല്യൂഷൻ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലീവർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്ന ഷാർപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ സ്പ്ലൈസ് മെഷീൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ വെക്കും. അടുത്ത സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഷീൽഡെല്ലാം കളഞ്ഞ് IP സൊല്യൂഷൻ ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത സ്ഥലത്ത് അതിന് നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ അടച്ചതിന് ശേഷം സെറ്റ് അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഫൈബർ വന്ന് നിൽക്കുന്നതിൻ്റെ പൊസിഷൻസ് സാധനങ്ങളെല്ലാം കാണിക്കും. അതിനുശേഷം ഈ ഫൈബർ ഹീറ്റ് ആയതാണ് കാണിച്ചത്. അത് ഇപ്പോൾ രണ്ടും തമ്മിൽ ഒട്ടിക്കഴിഞ്ഞ ശേഷം 0.00 എന്ന് കാണിക്കുക. 0.06 വരെ നമുക്ക് കുഴപ്പമില്ല. അതിനുശേഷം ആയി കഴിഞ്ഞാൽ ലോസാണ്. അതിനുശേഷം ഇത് ഹീറ്റ് സ്ലീവ് നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് ആദ്യം ഇട്ട് വെക്കണം. എന്നിട്ട് വേണം സ്പ്ലൈസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് ഹീറ്റ് സ്ലീവാണ്. ഇത് ഹീറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടിയ ഫൈബർ തിരിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ മോഡാണത്. ആ പ്രൊട്ടക്ഷൻ മോഡ് ചെയ്തതിന് ശേഷം ഇത് ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്യാം. ഇതാണ് ഇങ്ങനെയാണ് ഫൈബർ സ്പ്ലൈസ് ചെയ്യണത് സ്പ്ലൈസിങ് മെഷീനും.